നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അത് തീർച്ചയായിട്ടും നന്ദയോടൊപ്പം ആയിരിക്കും. എങ്ങാനും അവള് നന്ദയോടൊപ്പം ഉള്ള വീഡിയോ ദേവേട്ടൻ കണ്ട ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അമ്മേ, ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലോ അമ്മ കേൾക്കുന്നുണ്ടോ? ഒന്നുമില്ലടാ, ഏട്ടൻ കാണുന്നതിന് മുമ്പ് ആ വീഡിയോ എങ്ങനെ ഡിലീറ്റ് ചെയ്യാന്ന് ആലോചിക്കാൻ. അമ്മ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാനുള്ള സമയമൊന്നുമില്ല. അങ്ങനെ വേണ്ട, അത് ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും നോക്കിക്കഴിഞ്ഞാൽ അമ്മേ അങ്ങോട്ട് നോക്കിയേ. അങ്ങനെയൊന്നും ചെയ്യണ്ട. ഞാൻ നിങ്ങൾക്കൊരു പ്ലാൻ അയച്ചിട്ടുണ്ട്. വേഗം എന്തെങ്കിലും ഒരു ഐഡിയ പറയാമേ. വേറൊന്നും നിക്കടാ, മിണ്ടാതിരിക്ക. നേരത്തെ ഇട്ട് വെച്ചിരുന്ന ഒരു ലൈനില്ലേ, നിക്ക് നിക്ക്, ഇപ്പൊ കാണിച്ചു തരാം. ലെഫ്റ്റിലേക്ക് വരണം. മാത്രല്ല നമ്മള് വാട്ടർ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ അത് ശരിക്കും മനസ്സിലാവുന്നു. അതൊന്നും വേഗം എടുത്തോണ്ട് വാ നീ. വേഗം അടിച്ചേ, വേഗം അടിച്ചേ. ഏട്ടാ, ഇവ കാലടിക്കാൻ പറഞ്ഞ മുഖത്തടിക്കും. ഏട്ട വാങ്ങിച്ചടിച്ചേ. ശരി, നീ ഇത് പിടിക്ക. ഇതാ വേദനിക്കുന്നല്ലോ. ഇവിടെ ഉണ്ടോ? കുഴപ്പമില്ല, ഇപ്പൊ കൊറേ ഇവിടെ ഉണ്ടോ? ആ ശരി ശരി, അത് കുറഞ്ഞോളും, നീ പേടിക്കല്ലേ കേട്ടാ. എന്താ? ഒന്നുമില്ല ഏട്ടാ, വേദന വേദനിക്കുന്നു. വേഗം വേദനിക്കുന്ന പറഞ്ഞത് ഭയങ്കര വേദന. അടിച്ചോട്ടെ. അല്ല ഇവിടെ ഏട്ടാ, ഇവിടെ. അമ്മേ, എന്ത് പറ്റി? ഇപ്പൊ വേദന നന്നായി കുറഞ്ഞിട്ടുണ്ട് ഏട്ടാ. അല്ല, ഇത്ര പെട്ടെന്നോ? ചെറുതായിട്ടൊന്ന് തട്ടിയതല്ലേ. എടാ പിടിക്ക്. എടാ, നീ അമ്മയെ കൂട്ടിക്കൊണ്ടുപോയി ബെഡ്റൂമിൽ കിടത്തിക്ക്. ഇന്ന് മുഴുവൻ റെസ്റ്റ് എടുത്തോണം. ശരി ഏട്ടാ. വേദന കുറയുന്നവരെ കിടക്കണേ. കൊണ്ട് കിടത്താൻ നോക്ക് വേഗം. ഓക്കെ. സൂപ്പർ അമ്മേ, എന്തൊരു അഭിനയായിരുന്നു. ഏതായാലും ചേച്ചിയെ രക്ഷിച്ചു. ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. പകുതി ജോലിയെ കഴിഞ്ഞിട്ടുള്ളൂ. നിന്റെ ചേച്ചിയുടെ ഫോണിൽ ആ വീഡിയോ ഇല്ലേ, അത് ആദ്യം ഡിലീറ്റ് ചെയ്യണം നമുക്ക്. അതോർത്ത് ടെൻഷൻ അടിക്കണ്ട, ഞാൻ നോക്കിക്കോളാന്നേ. ഒന്നിച്ച് വെളിയിൽ പോവാൻ മാത്രം ആ പയ്യനുമായിട്ട് അനാമിക ഇത്രയ്ക്കടുത്തോ? ഇത് തുടർന്ന് പോകുന്നുണ്ടെങ്കിൽ അവര് തമ്മിൽ എന്തോ അടുത്ത ബന്ധം തന്നെയാ ഉള്ളത്. ഇതാ ഞാൻ പറഞ്ഞ ധാബ. ഓക്കെ സർ, താങ്ക് യു. അനാമികയല്ലേ? വെൽക്കം. ബൈ ദ വേ, ഞാൻ കവിതയുടെ ഫ്രണ്ടാ. കവിത എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു നിങ്ങൾ വരുന്നു. വരൂ വരൂ സർ, വെൽക്കം. വരാ. എങ്ങനെയുണ്ട് നമ്മുടെ റേഞ്ച്? കൊള്ളാലോ. ഹാർട്ട് പേഷ്യന്റ് അനിയത്തിക്ക് ഇങ്ങനെ ഒരു ഫ്രണ്ട്. ഒരു ഫ്ലോയിൽ പറഞ്ഞു പോയതാ, ഒന്നും തോന്നരുത്. വാ. വരൂ. പ്ലീസ് ഇരിക്കൂ സർ. താങ്ക് യു. നിങ്ങളെ നല്ലതുപോലെ ട്രീറ്റ് ചെയ്യണമെന്നാണ് കവിതയുടെ ഓർഡർ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണേലും ഓർഡർ ചെയ്തു. അതും പോരാഞ്ഞ് 30% ഡിസ്കൗണ്ട് ഉണ്ട്. വാവ്. മാത്രമല്ല ഡെസേർട്ട് എല്ലാം ഫ്രീയാ. അയ്യോ, എന്തിനാ അങ്ങനെയൊക്കെ? നന്നായി ട്രീറ്റ് ചെയ്തതിൽ കവിത എന്നെ വഴക്ക് പറയുന്നേ. ഒരു മിനിറ്റേ. എടാ മോനെ, ഈ ടേബിൾ സ്വീകരണമാണല്ലോ. മാഡം, എന്താ വേണ്ടെന്ന് പറഞ്ഞോളൂ. എന്താ ഓർഡർ ചെയ്യേണ്ടത്? എന്താ? എനിക്ക് എപ്പോഴത്തെയും പോലെ തന്നെ വെറൈറ്റി ആയിട്ട് സീ ടീം ട്രൈ ചെയ്താലോ? സീ ഫുഡ് നന്ദാ, സൂപ്പർ ആയിരിക്കും. അല്ല, അത് പിന്നെ എന്താ, ഇന്ന് മുത്തശ്ശിയുടെ ഓർമ്മദിനമാണോ? അന്ന് ട്രീറ്റ് തന്ന ദിവസം വെജിറ്റേറിയൻ ആയിരുന്നു. ഇന്ന് എന്റെ കൂടെ എന്തായാലും നോൺ വെജ് തന്നെ കഴിക്കണം. ഇയാള് പ്യോർ വെജിറ്റേറിയൻ ഒന്നല്ലല്ലോ, പിന്നെന്താ കഴിച്ചാല്? അതിനെന്താ, നോൺ വെജ് അല്ലേ, കഴിക്കാമല്ലോ, ഒരു പ്രശ്നമില്ല. സീ ഫുഡില്
ഫിഷ് 65, ക്രാബ് ലോലിപോപ്പ്, ഓക്കെ. പ്രോൺ മഞ്ചൂരിയൻ, പിന്നെ ഫിഷ് ഫിംഗർ, ശരി മാഡം. പിന്നെ കരിമീൻ ഫ്രൈ, അതിന്റെ കൂടെ പ്രോൺ റൈസ്. എല്ലാം രണ്ടുപേർക്ക് സെർവ് ചെയ്യുന്ന പോലെ ശരി എടുത്തേക്കണം. മാഡം. ഇപ്പൊ കൊണ്ടുവരാം. നിനക്ക് വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് വേണോ നന്ദ? വേണ്ട നാമിക, അത് പിന്നെ താൻ തന്നെ ഇപ്പൊ കടയിൽ പാതി ഓർഡർ ചെയ്തല്ലോ, അത് മതി. ഓക്കെ. പിന്നെ ഫിഷ് മിക്സ് സൂപ്പ് 2 എടുത്തോ. ശരി, ഓക്കെ. സീ ഫുഡ് എന്ന് പറഞ്ഞാലേ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം നന്ദ. നിങ്ങൾ ഭയങ്കര ഇഷ്ടമല്ലേ? എനിക്ക് പാർക്കിംഗ് ഗ്രൗണ്ടില് ഒരു കാർ ബ്ലോക്ക് ആയി കിടക്കുക. താങ്ക്സ്. എന്താ നന്ദ ഇങ്ങനെ നോക്കുന്ന ഇതില്? അതൊന്നുമല്ല, ഈ ഇന്ത്യൻ മഹാസമുദ്രം തന്നെ ടേബിൾ വെച്ചിട്ട് പോയില്ലേ, അതാ. തമാശയൊക്കെ പിന്നെ ആദ്യം കഴിക്കേ. നമുക്കേ ഈ സൂപ്പ് ട്രൈ ചെയ്താലോ? എങ്ങനെയുണ്ടായിരുന്നു നന്ദ? സൂപ്പർ ആയിട്ടുണ്ട്. അസാധ്യ ടേസ്റ്റ്, ഒരു രക്ഷയില്ല. ഒന്ന് വെയിറ്റ് ചെയ്യോ, 1 മിനിറ്റ്, ഞാൻ പോരാവേ. ഒരു പ്യോർ വെജിറ്റേറിയൻ ആയി എനിക്ക് ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഇവളുടെ കൂടെ ഊട്ടിക്ക് പോകാൻ ആഗ്രഹിച്ച് വരുന്ന 2 ദിവസം കൊണ്ട് ഇവൾ ഓർഡർ ചെയ്യുന്നതൊക്കെ കഴിച്ച് ഉള്ള ജീവൻ പോവോന്ന് അറിയില്ലല്ലോ. ഇതിനേക്കാളും ഭേദം ബോസ് തന്നെ അവളോട് പോകുന്നായിരുന്നു. അയ്യോ. സാർ കുറച്ച് കഴിയുമ്പോ കണ്ണു തുറക്കും. അപ്പൊ സാർ അത് ഊരിയിട്ട് അവിടെ ഒന്ന് കൊളുത്തിയിട്ടാ മതി. ശരി. ബോസ്, 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 ഒന്നുമില്ല ബോസ്, അധികം സ്ട്രെയിൻ എടുക്കണ്ട. ചെറുതായിട്ടൊന്ന് ഷോക്ക് അടിച്ചു, അതുകൊണ്ട് അഡ്മിറ്റ് ചെയ്തത്. സാറ് പേടിക്കണ്ട, കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ബോസ് അതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കൊന്നും വേണ്ട. ഡോക്ടർ കുറച്ചു മുമ്പ് ഒന്ന് സ്കാനൊക്കെ എടുത്തു നോക്കിയതാ. 1 ദിവസം റെസ്റ്റ് എടുത്താൽ ഡിസ്ചാർജ് ആവുന്ന പറഞ്ഞത്. എന്താ ബോസ് ആലോചിക്കുന്നത്? എന്റെ മൊബൈലോടെ എന്റെ കയ്യിലുണ്ട് ബോസ്. അനാമികയുടെ ഇത്രയും മിസ് കോൾസോ?